എവറിത്തിങ് യു വാണ്ട് എന്ന ആ ഒരു ടാഗ് ലൈനോടുകൂടെ മഹീന്ദ്ര XUV 3XO EV ഇത് പുതിയതായിട്ട് മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. പ്രധാനമായും വില കൊണ്ട് ഈ വാഹനം ഏറ്റുമുട്ടാൻ പോകുന്നത് ടാറ്റയുടെ പഞ്ച് EVയുമായിട്ടാണ്. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. പഞ്ച് EV വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ടാറ്റ നെക്സോണിൻ്റെ അത്രയും സ്പേസും സൗകര്യവും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു വാഹനം അത് ഇത് തന്നെയാണ്. പക്ഷേ ബുക്ക് ചെയ്യുന്നതിന് മുന്നേ ചില കാര്യങ്ങളിൽ നിങ്ങൾ ചെറിയ രീതിയിൽ ഒന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അത് എന്തൊക്കെയാണെന്നും ഈ വണ്ടിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ സെഗ്മെൻറ്റിൽ നിലവിൽ മറ്റൊരു വാഹനത്തിനും ഇല്ലാത്ത ഡ്യുവൽ സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഈ വാഹനത്തിലുണ്ട്. അതായത് ഡ്രൈവർക്കും അതുപോലെ തന്നെ പാസഞ്ചറിനും അറ്റ് എ ടൈമിൽ തന്നെ രണ്ട് ഭാഗത്തേക്കും സെപ്പറേറ്റ് ആയിട്ട് ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്തിട്ട് AC കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് ഇതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 26.03 സെൻറ്റിമീറ്റർ വരുന്ന 10.25 ഇഞ്ച് വലുപ്പമുള്ള ട്വിൻ HD ആൻഡ്രോയിഡ് സിസ്റ്റം നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഡിജിറ്റലായിട്ട് വളരെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സിസ്റ്റത്തിലാകട്ടെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ളത്. പിന്നെ അതിൻ്റെ പുറമെ കണക്ടിവിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മഹീന്ദ്രയുടെ അഡ്നോക്സ് കണക്ട് ആപ്പ് വഴി 80ലധികം കണക്റ്റഡ് കാർ ഫീച്ചറുകൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഓവർ സ്പീഡ് അലേർട്ട്, ഡോർ ഓപ്പൺ അലേർട്ട്, ലാമ്പ് സ്റ്റാറ്റസ് അലേർട്ട്, ടയർ പ്രഷർ മോണിറ്ററിംഗ്, ജിയോ ഫെൻസ്, ടൈം ഫെൻസ്, ബാറ്ററി ചാർജിങ് അലേർട്ട്സ്, റിമോട്ടായിട്ട് വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും പറ്റുന്നു. ഈ കാൾ SOS ബട്ടൺ വരുന്നുണ്ട്, റോഡ് സൈഡ് അസിസ്റ്റൻസ്, വോയിസ് അസിസ്റ്റ്, പിന്നെ അലക്സ, അങ്ങനെ സ്മാർട്ട് വാച്ച് കണക്ടിവിറ്റി. പറയുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കണക്ടിവിറ്റി ഫീച്ചേഴ്സാണ് ഈ വാഹനത്തിൽ അവർ സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒടുക്കത്തെ ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടുള്ള 7 സ്പീക്കർ ഹാർമൻ കാർഡൻ ഓഡിയോ സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആ ക്യാബിന് നല്ലൊരു പ്രീമിയം ലുക്ക് തരുന്ന വലുപ്പമേറിയ നമ്മുടെ പനോരമിക് സ്കൈ റൂഫ് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മഹീന്ദ്ര ഇവിടെ ഒരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല. ആൾറെഡി ഈ വാഹനം 2 വേരിയൻറ്റിലാണ് വരുന്നത്. അതിലാകട്ടെ രണ്ടിലും 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ വേരിയൻറ്റ്, അതായത് ആ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ ലെവൽ 2 അഡാസ് ഫീച്ചറും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാറ്ററിയെക്കുറിച്ചും പെർഫോമൻസിനെ കുറിച്ചും നോക്കാം. പ്രധാനമായും 2 വേരിയൻറ്റിലാണ് വരുന്നത് എന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ. അതായത് AX5ഉം AX7Lഉം. മറ്റുള്ള ബ്രാൻഡുകളെ പോലെ ഒരു വേരിയൻറ്റ് മിഡ് റേഞ്ചും പിന്നെ ഒന്ന് ലോങ് റേഞ്ചുള്ള തരത്തിലൊന്നും അല്ല 2 വേരിയൻറ്റും നൽകിയിട്ടുള്ളത്. ഇവിടെ 2 വേരിയൻറ്റിലും ഒരേ കപ്പാസിറ്റിയുള്ള 39.4 കിലോവാട്ട് വരുന്ന NMC ബാറ്ററി ടെക്നോളജിയിലുള്ള ബാറ്ററികളാണ് കൊടുത്തിട്ടുള്ളത്. ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും, എന്താ ബ്രോ ഈ NMC എന്നുള്ളത്. ഈ NMC ബാറ്ററി ടെക്നോളജിയെക്കുറിച്ച് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കാണൂ. നിങ്ങളുടെ ഡൗട്ട് അതോടുകൂടെ തന്നെ ക്ലിയർ ആവുന്നതാണ്. ഈ 2 വേരിയൻറ്റിലും ഒരേ പവറാണ്. അതായത് 110 കിലോവാട്ട് അല്ലെങ്കിൽ 150 PS വരുന്നു. ഇതിൻ്റെ ടോർക്ക് വരുന്നത് 310 Nm ആണ്. 0 നിന്നും 100 കിലോമീറ്റർ അച്ചീവ് ചെയ്യാൻ വെറും 8.3 സെക്കൻഡ് കൊണ്ട് ഈ വണ്ടി ചീറിപ്പാഞ്ഞെത്തും. ഇലക്ട്രിക് അല്ലേ, അപ്പോൾ അതൊക്കെ സാധിക്കും. കമ്പനി ഈ വാഹനത്തിൽ 3 മോഡാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഫണ്ണ്, ഫാസ്റ്റ്, ഫിയർലെസ്. ഏതൊരു പുതിയ ഇലക്ട്രിക് വണ്ടിയും ഓരോ സെഗ്മെൻറ്റിലും അത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കൽ അതിൻ്റെ ബാറ്ററി പാക്കും പിന്നെ അതിൻ്റെ റേഞ്ച് എത്രയെന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഈ വാഹനം IDC റേഞ്ച് കമ്പനി പറയുന്നത് 351 കിലോമീറ്റർ ആണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക ഈ IDC റേഞ്ച് ആയിട്ടുള്ള 351 കിലോമീറ്റർ റിയൽ വേൾഡ് റേഞ്ചിൽ കിട്ടുമോ എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ പഞ്ചുണ്ട്, അതിന് 35 കിലോവാട്ട് ബാറ്ററി ആകുമ്പോൾ അതിന് നമുക്ക് ഏകദേശം ഒരു 280 കിലോമീറ്റർ വരെ കിട്ടുന്നുണ്ട്. ഇവിടെ ഇത് 39.4 കിലോവാട്ട് വരുന്നത്. അപ്പോൾ അതിനേക്കാളും റേഞ്ച് കൂടുതൽ കിട്ടുകയാണ് ഈ വണ്ടി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 300+ നിങ്ങൾ എന്തായാലും ആലോചിച്ചോളൂ. പിന്നെ തീർച്ചയായും ഈ റേഞ്ച് എന്ന് പറയുന്നത് മറ്റുള്ള വണ്ടികളെ പോലെയൊക്കെ തന്നെയാണ് കേട്ടോ. ഡ്രൈവിംഗ് സ്റ്റൈലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില ആൾക്കാർ ഓടിക്കുന്ന സമയത്ത് നല്ല മൈലേജ് കിട്ടുന്നു എന്ന് പറഞ്ഞേക്കാം. അവർ ഒരു എക്കണോമിയൊക്കെ പിടിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേ റാഷ് ഡ്രൈവിംഗ് ആണെന്നുണ്ടെങ്കിൽ ഹൈസ് എഞ്ചിൻ വെഹിക്കിൾസിൽ തീരെ മൈലേജ് കിട്ടാത്തവർ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെയൊക്കെ തന്നെയാണ് ഈ ഇലക്ട്രിക് വണ്ടിയുടെ കേസിലും. നിങ്ങളൊരു റാഷ് ഡ്രൈവിങ് അതുപോലെ തന്നെ ചില്ലായിട്ട് AC ഒക്കെ ഇട്ടിട്ട് ഈ വാഹനം ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 220+ 250 കിലോമീറ്റർ വരെയൊക്കെ റേഞ്ച് പ്രതീക്ഷിച്ചാൽ മതി. ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ലോങ് ഡ്രൈവ് ഒക്കെ ഈ വാഹനം കൊണ്ട് പോകുന്ന സമയത്ത് ഒരു 60% കിലോമീറ്ററൊക്കെ നിങ്ങൾ ഓടിക്കഴിയുമ്പോഴേക്കും ഈ വണ്ടിയിൽ നിങ്ങൾക്ക് റേഞ്ച് ആങ്സൈറ്റി സ്വാഭാവികമായിട്ടും തുടങ്ങും. നമ്മുടെ അനുഭവമാണ്. ഓക്കെ, അതായത് 60% കൊണ്ട് ഈ വണ്ടി ഏകദേശം പോവുക 180+ കിലോമീറ്റേഴ്സാണ്. ഓഡോമീറ്ററിൽ 0 സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ 200, നിങ്ങൾ നല്ല ഡ്രൈവിംഗ് ആണെങ്കിൽ 200 കിലോമീറ്റർ നിങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് വെക്കുക.
അതാണ് ഈ വണ്ടി കൊണ്ട് ഓടാൻ പറ്റുന്നത്. ബാക്കി 40% ഓടാൻ പറ്റൂല എന്നല്ല, അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് റേഞ്ച് ആങ്സൈറ്റി തുടങ്ങും. എന്തായാലും ചാർജിങ് സ്റ്റേഷൻ തപ്പിയേ പറ്റുള്ളൂ. പിന്നെ ഓരോ ടെറൈനും അതുപോലെ തന്നെ ഡ്രൈവറിൻ്റെ ആ ഒരു ഡ്രൈവിംഗ് സ്റ്റൈലിനെ സംബന്ധിച്ചിരിക്കും. ചിലപ്പോൾ അത്രയും കിട്ടില്ല കേട്ടോ. ചിലപ്പോൾ 150+ കിലോമീറ്റേഴ്സ് ഓടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ റേഞ്ച് ആങ്സൈറ്റിയുടെ ആ ഒരു പ്രശ്നത്തിലോട്ട് എത്താം. നിങ്ങൾ ചാർജിങ് സ്റ്റേഷൻ തപ്പി തുടങ്ങേണ്ട ആവശ്യത്തിലോട്ടൊക്കെ വരാം. എനിവേ ഇത് NMC ബാറ്ററി ടെക്നോളജി ആയതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് കുറേയൊക്കെ ഒന്നുകൂടി അക്യുറസി കിട്ടും. കുറച്ചുകൂടി കൂടുതൽ റേഞ്ച് ഈ വണ്ടിയിൽ നിങ്ങൾ പഞ്ചിനൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത്, അവിടെ LFP ബാറ്ററിയാണ്, അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതലും അക്യുറേറ്റ് ആയിട്ടാണ് NMCയിൽ ബാറ്ററി പെർസെൻറ്റേജും അതേപോലെ റേഞ്ചും കിട്ടുന്നത് കേട്ടോ. വണ്ടിയുടെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ വണ്ടിയാണ്. അതായത് 3990 മില്ലിമീറ്റർ നീളവും 1821 മില്ലിമീറ്റർ വീതിയും 1653 മില്ലിമീറ്റർ ഉയരവും ഈ വണ്ടിക്കുണ്ട്. ഇതിൻ്റെ വീൽ ബേസ് വരുന്നത് 2600 മില്ലിമീറ്റർ ആണ്. ഇതിൻ്റെ ഒരു റൈഡ് കംഫേർട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മഹീന്ദ്ര ഇതിൽ അടിപൊളി സസ്പെൻഷനാണ് നൽകിയിട്ടുള്ളത്. അതായത് ഫ്രണ്ടിൽ മാക്പേഴ്സൺ സ്ട്രട്ടും റിയറിൽ ടോർഷൻ ബീമുമാണ്. അതിലാകട്ടെ ആ സസ്പെൻഷൻ്റെ എൻഹാൻസ്മെൻറ്റ് കുറച്ചുകൂടി കൂട്ടാൻ വേണ്ടിയിട്ട് FDD ടെക്നോളജി, അതായത് ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് ഡാമർ ആൻഡ് മൾട്ടി ട്യൂണബിൾ വാൾവ് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വാഹനത്തിന് വലിയ വീലുകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതായത് AX5-ൽ 16 ഇഞ്ചിൻ്റെ അലോയ് വീലുകളും AX7 അതായത് അതിൻ്റെ ഫുൾ ഓപ്ഷൻ ആ വേരിയൻറ്റിൽ 17 ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയ് വീലുകളാണ് നൽകിയിട്ടുള്ളത്. മറ്റുള്ള ബ്രാൻഡുകളിലൊക്കെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ സെഗ്മെൻറ്റിൽ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും കൊടുക്കും, ബാക്കിൽ ഡ്രം ബ്രേക്കും കൊടുക്കും. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഫ്രണ്ടിലും റിയറിലും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. വീട്ടിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഈ വണ്ടി ചാർജ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 7.2 കിലോ വാട്ടിൻ്റെ AC ഫാസ്റ്റ് ചാർജർ കമ്പനിയിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ചോദിച്ച് വാങ്ങേണ്ടി വരും. ഫുൾ ഓപ്ഷനിൽ ഫ്രീ ആയിട്ട് കിട്ടുമെന്നുള്ളത് നോക്കിയിട്ടില്ല. എന്തായാലും ഒരു 50,000 രൂപയോളം വില വരുന്ന ഒരു ചാർജറാണ് നിങ്ങൾ കമ്പനികളിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ. ഞാൻ പേഴ്സണലി പറയാം, അത് കമ്പനികളിൽ നിന്നും വാങ്ങണ്ട, നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങിക്കാൻ പറ്റും അതിൻ്റെ പകുതി റേറ്റിന് കേട്ടോ. അതായത് 7.2 കിലോ വാട്ടിൻ്റെ ഫിക്സ്ഡ് ആയിട്ടുള്ള ചാർജറും വരുന്നുണ്ട്, 7.2 കിലോ വാട്ടിൻ്റെ പോർട്ടബിൾ ആയിട്ടുള്ള ചാർജേഴ്സും വരുന്നുണ്ട്. ആ ചാർജർ ഉപയോഗിച്ചിട്ട് ഈ വണ്ടി 0 നിന്നും 100% വരെ ചാർജ് ചെയ്യാൻ 6.5 മണിക്കൂറാണ് വേണ്ടി വരുന്നത്. ഇതല്ലാതെ കമ്പനി എന്തായാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്ന ഒരു പോർട്ടബിൾ ചാർജർ ഉണ്ട്. അത് 3.3 കിലോ വാട്ടിൻ്റെ ചാർജറാണ്. അതിൽ നിങ്ങൾ ഓവർനൈറ്റൊക്കെ വണ്ടി കണക്ട് ചെയ്ത് വെക്കേണ്ടി വരും. അതായത് ഏകദേശം ഒരു 15-16 മണിക്കൂറൊക്കെ നിങ്ങൾ ചാർജിങ്ങിൽ വെക്കേണ്ടി വരും. ഇനി പുറത്തുള്ള ചാർജിങ് സ്റ്റേഷനിലെ 50 കിലോ വാട്ടിൻ്റെ DC ഫാസ്റ്റ് ചാർജിങ് വരെ ഈ വണ്ടിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വെച്ച് നമ്മൾ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 0 മുതൽ 80% വരെ ചാർജ് ആവാൻ 50 മിനിറ്റാണ് സമയമെടുക്കുന്നത്. ഈ വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 13,89,000 രൂപയാണ് AX5 വേരിയൻറ്റ്. ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റ് AX7L വേരിയൻറ്റ് 14,96,000 രൂപയ്ക്കാണ് വരുന്നത്. അതായത് നമ്മൾ ടാറ്റ പഞ്ചിൻ്റെ ഫുൾ ഓപ്ഷൻ വേരിയൻറ്റ് ഇപ്പോൾ അടുത്ത് അന്വേഷിച്ചിട്ടുള്ളൂ. അതിന് അന്ന് ഓൺ റോഡ് പറഞ്ഞത് 15 ലക്ഷം രൂപയാണ് റോഡിലോട്ട് ഇറങ്ങുന്ന സമയത്ത്. അപ്പോൾ ഇത് കണക്കൂട്ടുന്ന സമയത്ത് എക്സ്ഷോറൂം 15 ആവുമ്പോൾ ഏകദേശം ഒരു 16 ലക്ഷം, അതായത് 1.5 ലക്ഷം രൂപ ഡിഫറൻസിൽ മഹീന്ദ്രയുടെ XUV 3XOൻ്റെ ഫുൾ ഓപ്ഷൻ വേരിയൻറ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, വണ്ടിയുടെ സൈസ് കൊണ്ടും എല്ലാം കൊണ്ടും വാല്യൂ ഫോർ മണി തന്നെയാണ് ഈ വണ്ടി. പക്ഷേ ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഒരു കോംപ്രമൈസിന് നിങ്ങൾ തയ്യാറായിക്കോ എന്നുള്ളത്. അതുണ്ട് കേട്ടോ ഈ വണ്ടി എടുക്കുന്ന സമയത്ത്. അത് ഒന്നാമത്തെ കാര്യം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ വാറൻറ്റിയുടെ കാര്യം തന്നെ. അത് പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കമ്പനി അൺലിമിറ്റഡ് എന്ന് പറയുന്നുണ്ടാവും, അത് ബാറ്ററിക്കല്ല, വെഹിക്കിൾ വാറൻറ്റി അൺലിമിറ്റഡ് കിലോമീറ്ററോ അല്ലെങ്കിൽ 3 വർഷം എന്ന് കമ്പനി പറയുന്നത്. ബാറ്ററിയുടെ അല്ലെങ്കിൽ മോട്ടറിൻ്റെ വാറൻറ്റി വരുന്നത് 8 വർഷമോ അല്ലെങ്കിൽ 1,60,000 കിലോമീറ്ററോ ആണ് കേട്ടോ. ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള നെക്സോണിലും പഞ്ചിലൊക്കെ അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് നൽകുമ്പോൾ, അതായത് ഇപ്പോൾ ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള ടിയാഗോ വന്നു ടാറ്റയുടെ, അതിൽ വരെ അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ലിമിറ്റ് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ടെക്നോളജി തന്നെ. ഇതിൽ NMC ടെക്നോളജിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. LFPയെ കമ്പയർ ചെയ്യുമ്പോൾ NMC പൊതുവേ ഡീഗ്രേഡേഷൻ കൂടുതലാണ്. എന്നാൽ ബെനിഫിറ്റ്സും ഉണ്ട്. അതായത് ഇതിൻ്റെ പെർഫോമൻസ് മറ്റുള്ള LFP ബാറ്ററിയെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സലറേഷനും കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി കൂടുതൽ ഈ ബാറ്ററിക്ക് തന്നെയാണ് കിട്ടുന്നത്. അതിൻ്റെ പുറമെ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്ന അക്യുറസി NMCയിലായിരിക്കും കുറച്ചുകൂടെ കൂടുതൽ LFPയെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത്. ഈ ബാറ്ററി ഡീഗ്രേഡേഷൻ്റെ കാര്യം മാത്രം ആലോചിച്ചിട്ട് നിങ്ങൾ LFPയിലോട്ട് തന്നെ പോകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. NMC ബാറ്ററികളും നല്ല ബാറ്ററികളാണ്. അതിൽ 1,60,000 കിലോമീറ്റർ വരെ കമ്പനി വാറണ്ടി നൽകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് പോലും. അപ്പോൾ ഈ 1,60,000 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതൊന്നും ആലോചിക്കണ്ട. അതിൽ നമുക്ക് സെല്ലുകൾ മാറ്റി വെച്ചിട്ടും ആ പഴയ എഫിഷ്യൻസിയിലോട്ട് കൊണ്ടുവരാനുള്ള സാങ്കേതിക വിദ്യയൊക്കെ ഇപ്പോൾ നിലവിലുണ്ട്. അത് കമ്പനിയിൽ നിന്ന് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് നമുക്ക് ചെറിയ ചിലവിലും ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ
അതിന് LFP ബാറ്ററി ആണെങ്കിലും ഡീഗ്രേഡേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ പരിപാടിയൊക്കെ ചെയ്യണം. പക്ഷേ ആ ടൈം LFPയിൽ കുറച്ചുകൂടി കൂടുതൽ കിട്ടും, NMCയിൽ കുറച്ചുകൂടി പെട്ടെന്നാവും എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ മറ്റുള്ള പല ഘടകങ്ങളും ആലോചിക്കണം. വണ്ടിയുടെ വലുപ്പം, പെർഫോമൻസ്, അതൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ടാറ്റ പഞ്ചിനേക്കാളും ഈ വണ്ടി കുറച്ചുകൂടി സ്ഥല സൗകര്യം കിട്ടുന്നുണ്ട്. ടാറ്റ പഞ്ചിൻ്റെ കേസിൽ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും, അതിൻ്റെ റിയർ സൈഡിൽ നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലുള്ള സീറ്റിൽ നിങ്ങളെ കാല് മുട്ടുന്നൊന്നുമില്ല, അവിടെ സ്പേസ് ഉണ്ട്. നെക്സോണിൻ്റെ സ്പേസ് തന്നെ അവിടെ ഉണ്ട്, നമ്മൾ കാലൊന്നും അവിടെ ഫ്രണ്ടിൽ മുട്ടുന്നില്ല. പക്ഷേ അവർ സ്ഥലം കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആ ഒരു ബാക്കിൽ നമ്മൾ ചാരി ഇരിക്കുന്ന ഭാഗമുണ്ടല്ലോ, റിയർ സൈഡിലുള്ള പാസഞ്ചർ, ആ ഭാഗത്താണ്. അത് ഏകദേശം ഒരു 90 ഡിഗ്രിയോട്ട് സാമ്യമുള്ള പോലെയാണ്. അത് കുറച്ച് ഇൻക്ലൈനുള്ളൂ അവിടെ അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ലോങ് പോകുന്ന സമയത്ത് ആണ് അതിൻ്റെ ഒരു ഫീലിംഗ് മനസ്സിലാകുന്നത്. വളരെ ഷോക്കായിട്ടുള്ള യാത്രയാണ് ബാക്ക് സീറ്റിൽ. പിന്നെ റിയർ AC വെൻറ്റ് നിലവിൽ ഇറങ്ങിയിട്ടുള്ള പുതിയ വണ്ടിയും കൊടുത്തിട്ടില്ല. പഞ്ചിൽ ഒരുപാട് നല്ല ടെക്നോളജികളുണ്ട്. ഫ്രണ്ടിൽ ആ വെന്റിലേറ്റഡ് സീറ്റ് ഉൾപ്പെടെ നല്ല ഒരുപാട് ടെക്നോളജി, പിന്നെ LFP ബാറ്ററി, പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഒന്നുകൂടി കൂടുതലാണ്. 65 വാട്ട് വരെ സപ്പോർട്ട് ചെയ്യുന്ന DC ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഉള്ള വണ്ടി. പക്ഷേ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ റിയർ സീറ്റിലുള്ള യാത്രക്കാർ ഒരുപാട് കാര്യങ്ങളിൽ അതിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. എന്നാൽ ഇവിടെ ഈ വണ്ടിയുടെ കേസ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ ബാറ്ററി ടെക്നോളജി കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു നെക്സോണിൻ്റെ ലെവലിലുള്ള അത്രയും വലിയ സൈസിലുള്ള വണ്ടിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഈ സെഗ്മെൻറ്റ് എന്തായാലും ഒരു ടൈറ്റ് കോമ്പറ്റീഷനാണ്. ഈ 3 വണ്ടികളും നിങ്ങൾ ഷോറൂമിൽ പോയിട്ടൊന്ന് ഓടിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് റിയർ സൈഡിലും ഫ്രണ്ടിലും ഒക്കെ പാടെ നോക്കിയിട്ട് ഏതാണ് ഒരു ബെറ്റർ വാല്യൂ ഫോർ മണി എന്നുള്ളത് നോക്കിയിട്ട് എടുക്കുക. നെക്സോണിൻ്റെ ബേസ് മോഡലും ഉണ്ട് കേട്ടോ, അതും ഒന്ന് പരിഗണനയിൽ വെക്കാം. ഈ വീഡിയോയുടെ താഴെ നിങ്ങളൊരു കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഈ 3 വണ്ടികളല്ല ബ്രോ, ഇന്ന വണ്ടിയാണ് അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അതിനെ കമ്പയർ ചെയ്തിട്ടൊക്കെ ഇടുന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അത് മറ്റുള്ളവർക്കും അത് ഉപകാരപ്പെടും. എന്തായാലും നിങ്ങളെ നോളജ് നിങ്ങളൊന്ന് ജസ്റ്റ് അറിയിക്കുക, എന്നാൽ ബാക്കിയുള്ളവർക്കും അതൊക്കെ വലിയൊരു ഉപകാരമായിരിക്കും. എന്തായാലും അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ I am going to signing off. This is your friend ഫാസി മുഹമ്മദ്.